ചോട്ടാ ചാർധാമിന്റെ ഭാഗമായ ബദ്രിനാഥിലേക്ക് ഡൽഹിയിൽ നിന്ന് എങ്ങനെ എത്തിപ്പെടാം, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. ഡൽഹിയിൽ നിന്ന് ഒരു ഓവർനൈറ്റ് ബസ് എടുത്താൽ വെളുപ്പിനെ ഋഷികേശ് എത്താം. അവിടെ നിന്ന് 6 മണി കഴിഞ്ഞാൽ നേരിട്ട് ബദ്രിനാഥിലേക്കോ അല്ലെങ്കിൽ ജോഷി മഠിലേക്കോ ബസ് കിട്ടും. ഏകദേശം 12 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാലും റോഡിന്റെ അവസ്ഥയും തിരക്കും കാലാവസ്ഥയും എല്ലാം അനുസരിച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും നീളാം. അതുകൊണ്ട് മാക്സിമം നേരത്തെ ഋഷികേശ് എത്തി ബസ് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. രാത്രി ബദ്രിനാഥിലെത്തി ഒരു റൂം എടുത്ത് ഫ്രഷായി വെളുപ്പിന് അമ്പലത്തിലേക്ക് പോകാം. ശ്രീ ശങ്കരാചാര്യര് പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റാവൽജി, അതായത് പൂജാരി, ഒരു മലയാളിയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സമീപത്തുള്ള മനാ വില്ലേജും സരസ്വതി ക്ഷേത്രവും സ്വർഗാരോഹണ യാത്രയ്ക്കിടെ ഭീമൻ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പാലവും കണ്ട് പിറ്റേന്ന് അതിരാവിലെ മാത്രം വസുധാര വാട്ടർഫോൾസ് കാണാൻ പുറപ്പെടുക. ട്രക്കിങ്ങിന് ഒരുപാട് സമയം വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ കയറി വാട്ടർഫോൾസ് കണ്ട് തിരികെ ഇറങ്ങാൻ ശ്രമിക്കുക. ബദ്രിനാഥിൽ നിന്ന് തിരികെ പോരുന്നതിന് മുമ്പായിട്ട് നീൽകാന്ത് ബേസ് ക്യാമ്പ് ട്രക്കും പോകുന്ന വഴിയിൽ വിഷ്ണുവിന്റെ പാദം എന്നറിയപ്പെടുന്ന ചരൺ പാതുക കൂടി സന്ദർശിക്കുക. ബദ്രിനാഥ് കാഴ്ചകൾക്ക് ശേഷം തിരികെ വെളുപ്പിനുള്ള ഋഷികേശ് അല്ലെങ്കിൽ ഹരിദ്വാർ ബസ് എടുക്കുക. അവിടെ നിന്നും ഡൽഹി.